ലക്ഷ്മി പ്രിയ ഈ നടിയെക്കുറിച്ച് കേരളത്തിലെ ഒരു മിക്ക സിനിമാ പ്രേമികൾക്കും അറിയുന്ന ഒരു പേരാണ്. അതുകൂടാതെ ഈ നടി ബിഗ് ബോസിൽ വന്നതിന് ശേഷം ലക്ഷ്മി പ്രിയയുടെ ചില മനുഷ്യനെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ചില ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ട് വൈറലായിരുന്നു, വിവാദമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയകളിൽ തന്നെയാണ് ഈ ലക്ഷ്മി പ്രിയ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയമായിട്ട് ബിഗ് ബോസിലെ ഒരു കാർക്കിച്ച് തുപ്പുന്ന ഒരു ചെറിയൊരു 2-3 സെക്കൻഡ് വരുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിൽ കേരളത്തിൽ ലക്ഷ്മി പ്രിയയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ ചില നിലപാടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനവധി വിമർശനങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഒരു കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു ലേബലിൽ വിമർശിക്കപ്പെട്ട ഒരു സ്ത്രീ കൂടിയാണ് ലക്ഷ്മി പ്രിയ. ഇപ്പം നിലവിൽ വാർത്ത വരുന്ന ഒരു ചെറിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം കൂടുതൽ വിവാദമായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറിയൊരു പോസ്റ്റാണ്. അവർ ഇത്ര സമയത്തിനുള്ളിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ നമുക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, നമുക്കറിയാമല്ലോ ഓരോ വ്യക്തികളുടെയും പേഴ്സണാലിറ്റി ചെറിയ രീതിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഏത് ടൈപ്പാണ്, അല്ലെ എങ്ങനെയുള്ള ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാവും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുചാട്ടം നല്ല രീതി, അതായത് ഒരു മനുഷ്യന് കൺട്രോൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പക്വത ഇല്ലായ്മ എന്നൊക്കെയാണ് അതിന് പറയുക. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പക്വത ഇല്ലായ്മ എന്ന് പറയും. അതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ലക്ഷ്മി പ്രിയ ഏറ്റവും കൂടുതൽ അലട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിലേക്ക് വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നരൻ എന്ന് പറയുന്ന സിനിമയിലാണ് ലക്ഷ്മി പ്രിയ ആദ്യം ഒരു മുഖം കാണിക്കുന്നത്. പക്ഷേ അതിനുശേഷം കഥ തുടരുന്നു എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തൊരു സിനിമയെന്ന് പറയുന്നത്. 2005 ലക്ഷ്മി പ്രിയ വിവാഹിതയാകുന്നത്. 2005 ലക്ഷ്മി പ്രിയയുടെയും ജയേഷിൻ്റെയും വിവാഹം. പ്രണയ വിവാഹമായിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്, പേര് മാതങ്കി. സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമൻ്റെ മകനാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ജയേഷ്. ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ലക്ഷ്മി പ്രിയ അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത്. 2005 നരൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചുകൊണ്ട് സിനിമയിലെത്തി. 2010 സത്യനന്ദിക്കാട് ജയറാം ചിത്രമായ കഥ തുടരുന്നു എന്ന സിനിമയിലെ വേഷം ലക്ഷ്മി പ്രിയയ്ക്ക് കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തു. തുടർന്ന് 80ഓളം സിനിമകളിൽ ലക്ഷ്മി പ്രിയ അഭിനയിച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും കോമഡി വേഷങ്ങളായിരുന്നു. നല്ലൊരു നടിയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയണം. അവരുടെ ആക്ടിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു കുറവോ ഒന്നും പറയാനില്ല. ഒരു ജെനുവലായിട്ടുള്ള ഒരു ആക്ടിങ് തന്നെയാണ്. ഓവർ കാര്യങ്ങളായിട്ടുള്ള സംസാര ശൈലിയോ അങ്ങനെയുള്ള ഒന്നുമില്ല. ദേഷ്യം, അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കൽപ്പന ചേച്ചിയുടെ ചെറിയൊരു റോള് കൊടുക്കാൻ പറ്റുന്ന ഒരു നടി തന്നെയായിരുന്നു എന്ന് വിചാരിച്ച് കൽപ്പനയുടെ അത്രയും ഒരു ലെവലിൽ വരുന്ന ഒരു നടിയല്ല. എങ്കിലും കൽപ്പന ചേച്ചിയുടെ ഏകദേശം ആ ഒരു അഭിനയ ശൈലിയുമായി ഇണങ്ങുന്ന ഒരു നടിയായിരുന്നു ലക്ഷ്മി പ്രിയ. മലയാളം റിയാലിറ്റി ഷോ ബിഗ് ബോസിലൂടെയാണ് കൂടുതലും ഈ നടിയെ നമ്മൾ അടുത്തറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലിപ്പം ഈ ഒരു വിഷയം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 40കളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു. പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ്. കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയകളിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല. ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ വിശ്വാസമല്ല, ഇത് സത്യത്തിൽ അവരുടെ മാത്രം വിശ്വാസമാണ്. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത്. കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ്. അതായത് ഈ ഒരു ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മി പ്രിയ പറഞ്ഞ നിലപാട് അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്
നിലവിലെ ഈ ഡിവോഴ്സ് തീരുമാനം വരുന്നതിൻ്റെ പ്രധാന കാരണം ലക്ഷ്മിപ്രിയയുടെ തന്നെയാണ്. ഈ ഡിവോഴ്സായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിവോഴ്സ് ആകുന്നു എന്ന ചോദ്യത്തിന് ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നാണ് അവർ സ്വയം പറയുന്നത്. എന്ത് തന്നെയായാലും നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ പ്രണയം അല്ലെങ്കിൽ പ്രേമം, കാമുകി കാമുകൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു സമയമാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കൗമാരത്തോട് അടുക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ ഒരു പുരുഷനോടും ഒരു പുരുഷൻ ഒരു സ്ത്രീയോടും അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും അത് മരണം വരെ നിലനിൽക്കുന്ന ഒരു, എന്താ പറയുക, അതിനൊരു ലിമിറ്റേഷനുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് പിന്നീട് നമ്മൾ ജീവിക്കുന്ന സമയം, പിന്നീട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ട്. മനുഷ്യ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടമാണ് അവിടെയാണ് തുടങ്ങുന്നത്. അതായത് ഉത്തരവാദിത്തങ്ങളും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കയറി വരുമ്പോൾ പിന്നീട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് നിലവിലുള്ള എല്ലാ സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, ഒരു എടുത്തുചാട്ടത്തിൻ്റെ പ്രശ്നം കൂടുതലുണ്ട്. കാരണം നമ്മൾ ബിഗ് ബോസിലൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് സ്ത്രീയുടെ ഓരോ ഗോഷ്ഠികളെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ അത് ഒഴിവാക്കേണ്ടതാണ്. അതായത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഒരു വ്യക്തിയുടെ മേല് മറ്റൊരു വ്യക്തിയുടെ മേല് നമ്മളത് പ്രയോഗിക്കുമ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് യോജിച്ചതല്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ, ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, നമുക്ക് പിന്നീട് അതൊരു പോസിറ്റീവായി മാറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അല്ലാതെ നമ്മളിപ്പം അവർ ചെയ്ത തെറ്റ് ശരി എന്നുള്ളതല്ല. ഇപ്പം ഏതൊരു വ്യക്തി അവർ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് ആ സമയം ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, ഇപ്പോൾ അവർ കാർക്കിച്ച് തുപ്പുന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മനുഷ്യ സാമൂഹിക ജീവിതത്തിൽ ചേരുന്ന ഒരു പ്രവൃത്തിയല്ല. അപ്പോൾ അത് നമ്മൾ നേരിട്ട് കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ അവരെ ആക്ഷേപിക്കുകയോ ഒന്നും തന്നെയല്ല. എന്ത് തന്നെയായാലും സാവധാനം ഒരു റിലാക്സ് ആകുന്ന സമയത്ത് ഇവരുടേതായിട്ടുള്ള പഴയകാല ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാനും, അതോടൊപ്പം കൂടെയുള്ള പങ്കാളിയായിട്ട് ഇനി തുടർന്ന്, ഞാൻ അതാണ് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞത്, ആ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വന്ന് എത്തി തുടർന്ന് അവിടുന്ന് അടുത്ത ജീവിതം സ്റ്റാർട്ട് ചെയ്യാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും മനസ്സാന്നിധ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.